സ്റ്റഡി സ്വാപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇത് ആക്ച്വലി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പരീക്ഷയുടെ സമയത്തും അങ്ങനെയൊക്കെ വരുമ്പം ഓരോ സ്റ്റുഡൻസിൻ്റെയും ഐ മീൻ ടോപ്പേഴ്സ് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിൻ്റെ നിന്നൊക്കെ നോട്ട് വാങ്ങിച്ച് ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പം അങ്ങനെ വന്നാൽ അവർക്ക് കൊടുക്കുമ്പോൾ പോലും അവർക്ക് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ് ഒന്നുമില്ല. അപ്പം ആ ഒരു ഇതിനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് സ്റ്റഡി സ്വാപ്പ് വന്നിരിക്കുന്നത്. സോ ആക്ച്വലി ഈ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെ അത്യാവശ്യം നല്ല CGPA ഉള്ള ആൾക്കാർക്ക് അവരുടെ നോട്ട്സ് ഷെയർ ചെയ്യുകയും ആ CGPA കൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ വെച്ച് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും ഈ ഒരു സ്റ്റഡി സ്വാപ്പ് വെബ്സൈറ്റിൽ. ഇത് ആക്ച്വലി സ്റ്റുഡോക്കു എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൻ്റെ ഇച്ചിലൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സിനെ പറ്റി അല്ലാണ്ട് സ്റ്റഡി സ്വാപ്പ് എന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയങ്ങൾ, നോട്ടുകൾ, റിസർച്ചുകൾ, പ്രോജക്റ്റുകൾ, അറിവുകൾ തുടങ്ങിയവ പരസ്പരം പങ്കിടുന്നതിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ ഒരാൾക്ക് മറ്റൊരാളുടെ അറിവ് പ്രയോജനപ്പെടുത്താനും സഹപാഠികളുമായി സംവദിക്കാനും സാധിക്കും. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പഠന പരിചയങ്ങൾ പങ്കിടുക, പുതിയ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, അപ്പോൾ നമ്മളിവിടെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ്. ആൻഡ് എൻ്റെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കുമ്പോൾ ഇൻ കേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ളതാണെങ്കിൽ അവിടുത്തെ ഒരു ഓപ്ഷൻ മാറും. ദെൻ വി വിൽ പുട്ട് ഇൻ അവർ CGPA ബിക്കോസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും മറ്റ് സ്റ്റുഡൻസ് അതേ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നോട്ട്സ് ഉണ്ടെങ്കിൽ ഈ CGPA വെച്ചിട്ടായിരിക്കും അത് ഫിൽട്രേഷൻ നടക്കുക. സോ ദ മോർ CGPA യു ഹാവ് നിങ്ങളുടെ നോട്ട്സ് ഏറ്റവും ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്തായിരിക്കും. ആൻഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഫോർ ദ ന്യൂ രജിസ്റ്റേർഡ് യൂസേഴ്സ്. ആൻഡ് ഡാഷ്ബോർഡിൽ തന്നെ ജസ്റ്റ് ക്വിക്ക് സ്റ്റാറ്റ്സ് ലൈക്ക് ഡൗൺലോഡ്സ്, ടോട്ടൽ ഏർണിങ്സ്, ബിക്കോസ് നമുക്ക് നോട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പൈസ കിട്ടും. അപ്പം വിത്ഡ്രോ ഏർണിങ്സ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഈസ് മൈ എൻറോൾഡ് കോഴ്സസ്, ഏതൊക്കെ കോഴ്സിലാണ് എൻറോൾ ചെയ്തെന്നുള്ളത് കാണിക്കുക. അപ്പം നമുക്ക് വെച്ചിട്ട് ബ്രൗസ് കോഴ്സ് ചെയ്ത് ഏതെങ്കിലും ഒരു സാമ്പിൾ കോഴ്സ് ജോയിൻ ചെയ്യാം. ആൻഡ് again one more for the sake of it. ആൻഡ് ആ ഒരു സാമ്പിൾ കോഴ്സിനുള്ളിൽ തന്നെ നമുക്ക് വ്യൂ നോട്ട്സ് കാര്യങ്ങൾ കൊടുക്കാം. ഇപ്പം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാം. ആൻഡ് നമുക്ക് വ്യൂ നോട്ട്സ് എടുത്ത് അതിനകത്ത് ഏതെങ്കിലും നോട്ട് എടുക്കാം. അവിടെ നമുക്ക് പർച്ചേസ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് പർച്ചേസ് ചെയ്ത് ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെ അത് പെയ്ഡ് ആവും ആ ഒരു നോട്ട്. ദെൻ അത് ഡൗൺലോഡിനായിട്ട് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമുക്കത് ഡൗൺലോഡ് ചെയ്യുക മറ്റു കാര്യമൊക്കെ ചെയ്യാം. ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും റീഫണ്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, നോട്ട്സ് ശരിയല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് റീഫണ്ടും ചെയ്യാം. ആൻഡ് റിവ്യൂസും ആഡ് ചെയ്യാം, കമൻറ്റ്സ് ആൻഡ് ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ ദെയർ. ആൻഡ് ഇതിനു വേണ്ടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ബിക്കോസ് ഇതിനൊരു അഡ്മിൻ പാനലുണ്ട്, അവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ഓതേഴ്സ് ആ ഒരു നോട്ടിനുള്ള വേറെ ഏതെങ്കിലും നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ, അതേ ഓതർ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെ പ്രൈവറ്റായിട്ട് നമുക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങാം. ഇത് സ്റ്റുഡോക്കു എന്ന വെബ്സൈറ്റിൽ ഇല്ല. ഇതൊരു പുതിയ ഇന്നോവേറ്റീവ് ഐഡിയയാണ് ഈ വെബ്സൈറ്റിൽ കൊണ്ടുവന്നത്. നമുക്കിവിടെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റെഡിയാക്കാവുന്നതാണ്. റൈറ്റ്. ആൻഡ് ഓൾസോ ദർ ഇസ് ഓൾറെഡി ജോഷ് ഓർഗീസ് എന്ന് പറഞ്ഞൊരു യൂസറുണ്ട്, അതാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഗ്രൂപ്പ്സ് നമുക്ക് എത്ര മെമ്പേഴ്സിനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്കുണ്ട്. ആൻഡ് ഇൻവൈറ്റ് കോഡ് ഓൾസോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് ഗ്രൂപ്പ് ആൻഡ് ഇൻവൈറ്റ് ഉള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ പബ്ലിക് ഗ്രൂപ്പ് ആക്കാം. റൈറ്റ്. നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്രൂപ്പ് നെയിം ആൻഡ് ഓൾ ദാറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ലെറ്റ്സ് ക്രിയേറ്റ് എ സാമ്പിൾ ഗ്രൂപ്പ് ആൻഡ് മെമ്പർ ഓഫ് 3. ദെൻ ഇൻവൈറ്റ് ഉള്ള ആക്കാം. നമുക്ക് നമ്മളായിട്ടൊരു കോഡ് കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി ഒരു കോഡ് നമുക്ക് തരും. ആൻഡ് ലെറ്റ്സ് ആഡ് എ ന്യൂ നോട്ട്. ഓക്കെ, നോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു കോഴ്സ് അവിടെ ഇല്ലെങ്കിൽ, ലെറ്റ്സ് ഇപ്പം ന്യൂ എന്ന് പറയുന്ന കോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് കോഴ്സ് കൊടുത്താൽ കോഴ്സ് കോഡും പിന്നെ കോഴ്സ് ടൈറ്റിലും കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ്. റൈറ്റ്. പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫൈലിനേക്കാൾ ഉപരി ഒരു അവതാറാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മുടെ സെർവേഴ്സിനും അതിൻ്റെ സ്പേസും കാര്യമൊക്കെ ലാഭിക്കാം. ആൻഡ് സ്റ്റുഡൻസിനെ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ്. ഇത് ഒരു വിത്ഡ്രോ ഓപ്ഷനാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് അനുസരിച്ച് നമ്മുടെ നോട്ട്സ് ആറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏർണിങ്സ് അവിടെ കാണിക്കും. ഇവിടെ നമുക്കൊരു യൂണിവേഴ്സൽ സെർച്ച് ബാർ ഉണ്ട്.
അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അല്ലെങ്കിൽ അടിച്ചാലും ആ ഒരു സെർച്ച് ക്വയറി വെച്ച് ആ പേരിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതിനകത്ത് കൊടുക്കും. അതിനകത്ത് ഗ്രൂപ്പ് ലൈക്ക് MIT ബ്രദർഹുഡ് നമ്മൾ കണ്ട ആ ഒരു ഗ്രൂപ്പ് അത് കാണാൻ സാധിക്കും. സോ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ആ നോട്ട് അപ്ലോഡ് ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്ക് ഇറക്കാം. അവിടെ ആക്ച്വലി ക്വിക്ക് സ്റ്റാറ്റ്സിനകത്ത് ക്വിക്ക് ഏണിങ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഏണിങ്സ് എത്രയാണ്, ലൈക്ക് ഒരു 48 hour ടൈം വിൻഡോ ഉണ്ട് ഇതെല്ലാം തിരിച്ചെടുക്കുന്നതിൽ. പറഞ്ഞ അഡ്മിൻ പാനൽ, ആൻഡ് ഇവിടെ നമുക്ക് കോഴ്സസ് മാനേജ് ചെയ്യാം, യൂസേഴ്സിനെ മാനേജ് ചെയ്യാം. അവർ ഇപ്പോൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സസ്പെൻഡോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നോട്ട്സ് കംപ്ലയിൻസുകൾ എന്തെങ്കിലും ഉണ്ട് അത് റിസോൾവ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ആസ് യു കെൻ സീ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് റിസോൾവ് ചെയ്യുന്നു ഒക്കെ വെക്കാം. അതിൻ്റെ പിന്നെ ഡാഷ്ബോർഡിൽ അതിൻ്റെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കുന്നതാണ്.